വിദ്യാർത്ഥികളെ, ക്ലാസ് 4 വാർഷിക പരീക്ഷ 2024-25 മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മക്കളെ, നിങ്ങൾക്ക് പ്രവർത്തനം ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ഫസ്റ്റ് പ്രവർത്തനം നോക്കൂ, വായിക്കാം എഴുതാം. ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലേ. പാരഗ്രാഫിൻ്റെ എന്താണ്? കുഞ്ഞിക്കിളി എന്നാണ് അതിൻ്റെ ഹെഡ്ലൈൻ. നോക്കാം, നമുക്ക് വായിച്ചു നോക്കാം. കീ 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 കരച്ചിൽ കേട്ടുണർന്ന മിനി പുറത്തേക്ക് നോക്കി. ഒരു കുഞ്ഞിക്കിളി അതാ മഴ കൊണ്ട് നനഞ്ഞു തണുത്തു വിറച്ചിരിക്കുന്നു. മിനി ജനാല തുറന്നു. കുഞ്ഞിക്കിളി പറന്നു വന്ന് ജനൽക്കമ്പിയിലിരുന്നു. അവൾ കൈനീട്ടി യാതൊരു മടിയും കൂടാതെ കുഞ്ഞിക്കിളി അവളുടെ കയ്യിൽ പതിയെ കയറിയിരുന്നു. അവൾ പട്ടുതൂവാലയെടുത്ത് പതുക്കെ കിളിയുടെ ദേഹത്തിലെ വെള്ളം ഒപ്പിയെടുത്തു. സ്നേഹത്തോടെ മാറോട് ചേർത്തു. ഏറെ അനുസരണയോടെ കുഞ്ഞിക്കിളി അവളുടെ മാറിൽ പറ്റിയിരുന്നു. ഒരു കിളിയുടെ ദയനീയമായ കരച്ചിലതാ ഉയർന്നു കേൾക്കുന്നു. വലിയൊരു പക്ഷി. മിനി അത് ശ്രദ്ധിച്ചു. എനിക്കെന്റെ അമ്മയെ കാണണം. കുഞ്ഞിക്കിളി കരയാൻ തുടങ്ങി. മിനി കുഞ്ഞിക്കിളിയെ ജനാലയ്ക്ക് പുറത്തേക്ക് വിട്ടു. അമ്മക്കിളിക്ക് സന്തോഷമടക്കാനായില്ല. അവൾ കണ്ണീരോടെ തന്റെ കുഞ്ഞിനെ വാരിപ്പുണർന്നു. അവർ ഒന്നിച്ചു പറന്നു. കുഞ്ഞിക്കിളി സ്നേഹത്തോടെ മിനിയെ തിരിഞ്ഞു നോക്കി. അവർ പറന്നകലുന്നത് നോക്കി. അവൾ അങ്ങനെ ജനൽ കമ്പിയിൽ പിടിച്ചു നിന്നു. ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ മക്കളെ. ക്വസ്റ്റ്യൻ: കഥ വായിച്ചില്ലേ? ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പൊ നിങ്ങൾ വായിച്ച് ഇതിൽ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ വായിച്ചിട്ട് ഉത്തരം എഴുതാനാണ്, അതിൽ നിന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആരാണ് മഴ നനഞ്ഞ് തണുത്ത് വിറച്ചിരിക്കുന്നത്? ആരാണ്? അമ്മക്കിളിയാണോ? മിനിയാണോ? കുഞ്ഞിക്കിളിയാണോ? നായക്കുട്ടിയാണോ? ആരാണ്? സി, കുഞ്ഞിക്കിളിയാണ് അല്ലേ. 2. മിനി കൈ നീട്ടിയപ്പോൾ കുഞ്ഞിക്കിളി എന്ത് ചെയ്തു? പേടിച്ച് വിറച്ചു. അവളുടെ കയ്യിലേക്ക് പതിയെ കയറിയിരുന്നു. വാവിട്ടു കരഞ്ഞു, പറന്നുപോയി. എന്ത് ചെയ്തു? അവളുടെ കയ്യിലേക്ക് പതിയെ കയറിയിരുന്നു അല്ലേ. നമ്മൾ കഥയിൽ വായിച്ചു. ഇനി കുഞ്ഞിക്കിളിയെ കയ്യിൽ കിട്ടിയപ്പോൾ മിനി ചെയ്തതെന്ത്? കൂട്ടിലടച്ചു, തോർത്തെടുത്തു, തീറ്റ കൊടുത്തു, തൂവാല കൊണ്ട് ദേഹത്തെ വെള്ളം ഒപ്പിയെടുത്തു. എന്താ അവൾ ചെയ്തത്? തൂവാല കൊണ്ട് ദേഹത്തെ വെള്ളം ഒപ്പിയെടുത്തു എന്നാണ് ഇവിടെ എഴുതേണ്ടത്. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. കുഞ്ഞിക്കിളിയെ തിരിച്ചു കിട്ടിയപ്പോൾ അമ്മക്കിളി സ്നേഹം പ്രകടിപ്പിച്ചത് എങ്ങനെയാണ്? കണ്ണീരോടെ കുഞ്ഞിക്കിളിയെ എന്ത് ചെയ്തു? വാരി പുണർന്നു. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കുഞ്ഞിക്കിളി മിനിയോട് തന്റെ സ്നേഹം പ്രകടിപ്പിച്ചത് എങ്ങനെയായിരിക്കും? അനുസരണയോടെ, മാറോട് ചേർന്നിരുന്നും, അമ്മയോടൊപ്പം പറന്നകലുമ്പോൾ തിരിഞ്ഞു നോക്കിയുമാണ് എന്ത് ചെയ്തത്? കുഞ്ഞിക്കിളി മിനിയോട് തന്റെ സ്നേഹം പ്രകടിപ്പിച്ചത്. ഇനി നോക്കൂ, പ്രവർത്തനം 2 സംഭാഷണം എഴുതാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വരൂ, സ്വാഗതം. എവിടെ നിന്നാണ് ഈ ശബ്ദം? കേടുവന്ന മിക്സി ചുറ്റും കണ്ണോടിച്ചു നോക്കി. ബുദ്ധിമുട്ടുണ്ട്. ഞാൻ തന്നെ. മൂലയിരുന്ന ആട്ടുകല്ല് അല്പം പരിഹാസത്തോടെ പറഞ്ഞു. അടുക്കളയിൽ നിന്ന് സ്ഥാനം നഷ്ടപ്പെട്ട മിക്സി പരിഭവത്തോടെ ആട്ടുകല്ലിനെ നോക്കി. അവർ തമ്മിൽ നടക്കാനിടയുള്ള ഒരു സംഭാഷണം തയ്യാറാക്കാൻ. അപ്പോൾ എന്തായിരിക്കും? ആട്ടുകല്ല്: വരൂ, എന്തുണ്ട് വിശേഷങ്ങൾ? അപ്പൊ മിക്സി എന്താ പറയണേ? എന്താണ്? ഞാൻ കേടുവന്നു, അതുകൊണ്ട് എന്ത് ചെയ്തു? അവരെന്നെ ഇവിടെ നിന്ന് പുറത്താക്കി. അപ്പൊ ആട്ടുകല്ല് പറഞ്ഞു എന്താണ്? പണ്ട് ഞാനായിരുന്നു അവരുടെ അടുക്കളയിൽ ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോ അന്ന് എന്നെ കുറെ കാലം കഴിഞ്ഞ് നീ വന്നപ്പോ അവരെന്നെ എന്ത് ചെയ്തു? പുറത്താക്കി അല്ലേ. പുറത്താക്കി. അന്നേരം നിനക്ക് എന്നോട് എന്തൊരു അഹങ്കാരമായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. അപ്പൊ എന്തായിരിക്കും? അപ്പൊ മിക്സി പറയണം, എനിക്ക് അതിൽ വിഷമമുണ്ട്. അപ്പൊ മിക്സിക്ക് എന്താണ്? കേട് വന്നാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. ആട്ടുകല്ലൊക്കെ നമുക്കത് വൃത്തിയാക്കി എടുത്താൽ എന്ത് ചെയ്യാം? ഉപയോഗിക്കാൻ പറ്റും, വീണ്ടും ഉപയോഗിക്കാൻ പറ്റും അല്ലേ. അപ്പൊ അവർ തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വരികൾ കൂട്ടിച്ചേർക്കാം. അവിടെ ഒരു കവിത തന്നിട്ടുണ്ട്. നോക്കൂ, എന്താ തന്നിരിക്കുന്നത്? ആകാശവീതിയിൽ നിന്നെന്നെ നോക്കി പുഞ്ചിരിച്ചിടുന്ന പൂന്തിങ്കളെ, താഴെ വന്നെന്നെ തലോടുകില്ലേ, എൻ കൂടെയൊന്ന് കളിക്കുകയില്ലേ. വരികൾ കൂട്ടിച്ചേർക്കൂ. ഉചിതമായ തലക്കെട്ടും കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ആകാശവീതിയിൽ നിന്നെന്നെ നോക്കി പുഞ്ചിരിച്ചിടുന്ന പൂന്തിങ്കളെ, അമ്പിളിമാവിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. താഴെ വന്നെന്നെ തലോടുകില്ലേ, എൻ കൂടെയൊന്ന് കളിക്കുകയില്ലേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്താണ് വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാം. പിന്നെ എന്താണ്? നിങ്ങൾക്ക് പൂന്തിങ്കൾ എന്ന് തന്നെ എന്ത് ചെയ്യാം? ഹെഡിങ് കൊടുക്കുക അല്ലേ. പൂന്തിങ്കൾ
അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഹെഡ്ലൈൻ ഈ കവിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹെഡ്ലൈൻ എഴുതാവുന്നതാണ്, തലക്കെട്ട് കൊടുക്കാവുന്നതാണ്. ഇനി പ്രവർത്തനം 4 നോക്കാം. കളി വിവരണം തയ്യാറാക്കാം. ടീച്ചർ ഞങ്ങൾ കളിച്ചോട്ടെ. ഇപ്പോൾ കളിക്കാനുള്ള പീരീഡാണ്. എന്ത് കളിയാ കളിക്കാൻ ഇഷ്ടം? ക്രിക്കറ്റ്, ഫുട്ബോൾ, കബഡി. ശരി, ഇഷ്ടമുള്ള കളി കളിച്ചോളൂ. നിങ്ങൾക്കും കളികൾ ഇഷ്ടമില്ലേ? അപ്പൊ ഇഷ്ടപ്പെട്ടുള്ള കളിയെ കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇഷ്ടമുള്ള കളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് കളിയാണോ ആ കളി എങ്ങനെയാണ് കളിക്കുന്നത്, അതിൽ എത്ര ആൾക്കാർ വേണം, എന്തൊക്കെ ഉപകരണങ്ങൾ അതിൽ ഉപയോഗിക്കണം, എത്ര ടീമായിട്ട് മാറണം, എങ്ങനെയാണ് അത് കളിക്കുന്നത്, എവിടെയാണ് കളിക്കേണ്ടത് എന്നൊക്കെ വിശദീകരിച്ച് ആ കളിയെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളിയെക്കുറിച്ച് എഴുതാം. അടുത്തത് പ്രവർത്തനം 5, യാത്രാ വിവരണം തയ്യാറാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. യാത്രകൾ നമുക്ക് ഏറെ ഇഷ്ടമാണ്. അപ്പം ചെറുതും വലുതുമായ എത്ര യാത്രകൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യാത്രയെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക. അപ്പം നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോയിട്ടുണ്ടെങ്കിൽ ആ യാത്രയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വിവരണമായിട്ട്, അല്ലേ, ഞാൻ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് പോയി, അവിടെ ഇന്ന കാഴ്ചകളൊക്കെ കണ്ടു, ഇന്നതൊക്കെ നല്ല ഭംഗിയായിരുന്നു, ഇന്നതൊക്കെ ഇന്ന സാധനങ്ങളൊക്കെ അവിടെ എന്താണ് ഉണ്ടായിരുന്നു, എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്, ഞങ്ങൾ അത് കഴിച്ചു ഇത് കഴിച്ചു, പിന്നെന്താണ് ആ യാത്രയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്തായിരുന്നു, ആരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, നിങ്ങൾ എന്ത് വണ്ടിയിലാണ് പോയത്, അങ്ങനെ അതിനെക്കുറിച്ച് പിന്നെ ആ യാത്രയിൽ കണ്ട കാഴ്ചകളുടെ വർണ്ണനകൾ അതൊക്കെ നിങ്ങളുടേതായ ലാംഗ്വേജിൽ വിവരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യാത്രാ വിവരണം തയ്യാറാക്കുമ്പോൾ അങ്ങനെ വേണം തയ്യാറാക്കാൻ. ഇനി പ്രവർത്തനം 6 നോക്കാം. ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് തന്നിരിക്കുന്നത്? ഇത് കുഞ്ഞുണ്ണി മാഷാണ്. അപ്പം നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ എന്താണ് കുഞ്ഞുണ്ണി മാഷ്. അപ്പം കുഞ്ഞുണ്ണി മാഷ്